Learn Commerce. Please like, share and subscribe. ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പുതിയ ടോപ്പിക്കാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932. നമുക്ക് എക്സാമിന് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ആക്റ്റും പഠിക്കാനുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത്. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നതിന് മുമ്പ് ഇന്ത്യനിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ പാർട്ടായിരുന്നു. മീൻസ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ 11th ചാപ്റ്ററിൽ സെക്ഷൻ 239 മുതൽ 266 വരെയാണ് പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1932 ഇന്ത്യയിൽ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് വരുന്നത്. ഓർക്കേണ്ട കാര്യം ഇതാണ്, 1932 ആക്ട് വരുന്നതിന് മുമ്പ് വരെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ഒരു പാർട്ടായിരുന്നു പാർട്ട്ണർഷിപ്പ്. അത് പറഞ്ഞിട്ടുള്ള സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 239 to 266 വരെ. നെക്സ്റ്റ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഇനാക്ട്മെന്റ് നോക്കാം. ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് came into force on 1st October 1932 except section 69. അപ്പോൾ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1st October 1932 പക്ഷേ സെക്ഷൻ 69 അന്ന് നിലവിൽ വന്നിട്ടില്ല. സെക്ഷൻ 69 നിലവിൽ വരുന്നത് എപ്പോഴാണ്? came into force on 1st October 1933. തൊട്ടടുത്ത വർഷമാണ് സെക്ഷൻ 69 നിലവിൽ വരുന്നത്. സെക്ഷൻ 69 പ്രതിപാദിക്കുന്ന കാര്യം എന്താണ്? ഇമ്പാക്ട് ഓഫ് നോൺ രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കും അത് മെൻഷൻ ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 69. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ ടോട്ടലി 8 ചാപ്റ്റേഴ്സ് ആണുള്ളത്. 74 സെക്ഷൻസും ടോട്ടൽ ആയിട്ടുണ്ട്. ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ഇന്ത്യ ഇൻക്ലൂഡിംഗ് ജമ്മു ആൻഡ് കശ്മീർ. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആക്ട് ആണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്. ദിസ് ആക്ട് ഈസ് നോട്ട് എക്സോസ്റ്റീവ്. ഇഫ് ഇറ്റ് ഈസ് സൈലന്റ് വി വോണ്ട് ടു അപ്ലൈ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. മീൻസ് ഈ ഒരു ആക്ട് എക്സോസ്റ്റീവ് അല്ല, മീൻസ് എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ആക്ട് അല്ല. പാർട്ട്ണർഷിപ്പിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പറയുന്നുണ്ടായിരിക്കില്ല. ഏതെങ്കിലും ഒരു മാറ്ററിൽ പാർട്ട്ണർഷിപ്പ് ആക്ട് സൈലന്റ് ആണെങ്കിൽ അവിടെ ആപ്ലിക്കബിൾ ആകുന്ന ആക്ട് ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. നെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് ആക്ടിൽ പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4 പറയുന്നത് എന്താണ്? ഡെഫിനിഷൻസ് ആണ്. പാർട്ട്ണർഷിപ്പ്, പാർട്ട്ണർ, ഫേം, ഫേം നെയിം, ഇത്രയും കാര്യങ്ങളുടെ ഡെഫിനിഷൻ പറയുന്ന സെക്ഷൻ ആണ് സെക്ഷൻ 4. അപ്പോൾ സെക്ഷൻ 4 ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പാർട്ട്ണർഷിപ്പിന് ഇങ്ങനെയാണ്: പാർട്ട്ണർഷിപ്പ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺസ് who have agreed to share the profit of a business carried on by all or any of them acting for all. പറയുന്നത് എങ്ങനെയാണ്? പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് പേഴ്സൺസ് തമ്മിലുള്ള റിലേഷൻ ആണ്. അവിടെ അവർ അഗ്രി ചെയ്യുന്ന എന്താണ്? പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രി ആണ്. ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നു. ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ക്യാരിഡ് ഓൺ ബൈ ഓൾ, എല്ലാവർക്കും എന്ത് ചെയ്യാം? അതിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെയ്യാം. അല്ലെങ്കിൽ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ആ ബിസിനസ് ഏറ്റെടുത്ത് ചെയ്യാം. ഇതാണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് പാർട്ട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഡെഫിനിഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ പോയിന്റ്സ് മീൻസ് പാർട്ട്ണർഷിപ്പിന്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നോക്കാം, പാർട്ട്നേഴ്സിനെയും ഫേമിനെയും എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന്. പേഴ്സൺസ് ഹു ഹാവ് എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് വൺ അനദർ ആർ ഇൻഡിവിജ്വലി നോൺ ആസ് പാർട്ട്നേഴ്സ്. അപ്പം ഏതൊക്കെ പേഴ്സൺസ് ആണോ പാർട്ട്ണർഷിപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്തിട്ടുള്ളത് അവരെ ഇൻഡിവിജ്വലി വിളിക്കുന്നത് പാർട്ട്നേഴ്സ് എന്നും കളക്റ്റീവ്ലി മീൻസ് ടോട്ടൽ ആയിട്ട് വിളിക്കുന്നത് ഫേം എന്നും ആണ്. ദ നെയിം അണ്ടർ വിച്ച് ദെയർ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ. ഇനി അവർ ചെയ്യുന്ന ബിസിനസ് ഏത് പേരിലാണോ ക്യാരി ഓൺ ചെയ്യുന്നത് ആ പേരിനെ, ആ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പേരിനെയാണ് ഫേം നെയിം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഡെഫിനിഷൻസ് പറഞ്ഞിട്ടുള്ളത് എവിടെയാണ്? പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 4 നെക്സ്റ്റ് പറയാൻ പോകുന്നത് ട്രൂ ടെസ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ്. ഒരു സ്ഥലത്ത് പാർട്ട്ണർഷിപ്പ് നിലനിൽക്കുന്നു അല്ലെങ്കിൽ മോഡ് ഓഫ് ഡിറ്റർമൈൻ ദ എക്സിസ്റ്റൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ എക്സിസ്റ്റൻസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം പറയുന്നത് സെക്ഷൻ 6 അപ്പോൾ ഏത് രീതിയിലാണ് പാർട്ട്ണർഷിപ്പിന്റെ എക്സിസ്റ്റൻസിനെ ഡിറ്റർമൈൻ ചെയ്യേണ്ടതെന്ന് പറയുന്ന സെക്ഷൻ ഓർക്കുക, സെക്ഷൻ 6 ആണ്. അപ്പോൾ ഫോർ ഡിറ്റർമൈൻ ദ എക്സിസ്റ്റൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് there was an agreement between all persons concerned. അതുമായിട്ട് കൺസേൺ ചെയ്യുന്ന എല്ലാവരും തമ്മിൽ എന്ത് വേണം? ഒരു അഗ്രിമെന്റ് വേണം.
ദ അഗ്രിമെന്റ് വാസ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. ആ അഗ്രിമെന്റിൽ ഉറപ്പായിട്ടും ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കണം. ദ അഗ്രിമെന്റ് വാസ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് പാർട്ട്ണർഷിപ്പിന്റെ എക്സിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബിസിനസ് വാസ് ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. ഈ ബിസിനസ് ക്യാരി ഓൺ ചെയ്യേണ്ടത് എല്ലാ പാർട്ട്ണറും ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ എന്താണ്, എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ, ആർക്കെങ്കിലും ഒരാൾക്ക് ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും ഈ ബിസിനസ്സിനെ ക്യാരി ചെയ്യാം. ഇതിനെ വിളിക്കുന്നതാണ് മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസിയാണ് കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് പഠിക്കും. നെക്സ്റ്റ് നമ്മൾ പാർട്ട്ണർഷിപ്പിലെ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഇവയാണ് എസെൻഷ്യൽസ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് അറിയപ്പെടുന്നത്. പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഫസ്റ്റ് വൺ ആണ് പാർട്ട്ണർഷിപ്പ് ഈസ് എൻ അസോസിയേഷൻ ഓഫ് മിനിമം 2 or more പേഴ്സൺസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്. മിനിമം 2 വേണം. മാക്സിമം എത്ര ആളുകൾ വേണം എന്നുള്ള കാര്യം പാർട്ട്ണർഷിപ്പ് ആക്ട് പറയുന്നില്ല. അത് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 464 ആണ്. ഇപ്പോൾ നിലവിൽ 50 പാർട്ട്നേഴ്സ് ആണ് മാക്സിമം പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ബിയോണ്ട് ദിസ് നമ്പർ ദ അസോസിയേഷൻ ഈസ് ടേംഡ് ആസ് ഇല്ലീഗൽ. ഈ ഒരു മാക്സിമം 50ക്ക് മുകളിൽ കടന്നാൽ ഈ അത്തരം അസോസിയേഷൻസ് ഇല്ലീഗൽ അസോസിയേഷൻസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 464 കൂടാതെ റൂൾ 10ലും ഇതേ കാര്യമാണ് പറയുന്നത്. റൂൾ 10ൽ എന്താ പറയുന്നത്? മാക്സിമം 50 പാർട്ട്നേഴ്സ് ആണ് ഒരു പാർട്ട്ണർഷിപ്പിൽ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ മാക്സിമം അലൗവബിൾ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് 50 എന്നാണ്. ഇപ്പോൾ റൂൾ 10 നിലവിൽ വന്നിട്ടുള്ളത് 2014 കാര്യം ഓർക്കുക. മുൻപ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 ഉണ്ടായിരുന്ന സമയത്ത് ബാങ്കിങ് ബിസിനസ്സിനെ സംബന്ധിച്ച് 10, അതുപോലെ തന്നെ അതർ ബിസിനസ്സിൽ 20 എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 ഇപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് 50 ആണ് എന്ത് മാക്സിമം പാർട്ട്നേഴ്സിന്റെ എണ്ണം. നെക്സ്റ്റ് ഇനി പേഴ്സൺസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി നാച്ചുറൽ ഓർ ആർട്ടിഫിഷ്യൽ. നാച്ചുറൽ പേഴ്സൺസിനും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺസിനും പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആവാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ എന്താണ്? കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. കമ്പനിക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ പാർട്ട്ണർ ആവാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞു കമ്പനിക്ക് എന്ത് ചെയ്യാം? പാർട്ട്ണർഷിപ്പിൽ പാർട്ട്ണർ ആവാം. ബട്ട് പെർമിസിബിൾ കോമ്പിനേഷൻസ് ഉണ്ട്. ആർട്ടിഫിഷ്യൽ പേഴ്സണിന്റെയും നാച്ചുറൽ പേഴ്സണിന്റെയും ഏതൊക്കെ കോമ്പിനേഷൻ പെർമിസിബിൾ ആണ് ആ കാര്യം നോക്കാം. 2 കമ്പനീസ് ചേർന്ന് എന്ത് ചെയ്യാം? ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങാം. പെർമിസിബിൾ ആണ്. അതുപോലെ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമും മറ്റൊരു പാർട്ട്ണർഷിപ്പും കൂടെ എന്ത് ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് അത് പെർമിസിബിൾ കോമ്പിനേഷൻ അല്ല. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ വേഴ്സസ് പാർട്ട്ണർഷിപ്പ്. ഒരു ഇൻഡിവിജ്വലും മറ്റൊരു പാർട്ട്ണർഷിപ്പും തമ്മിൽ കമ്പൈൻ ചെയ്ത് പുതിയ പാർട്ട്ണർഷിപ്പ്, അത് പെർമിസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ അല്ല. നെക്സ്റ്റ് ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്പനി. ഒരു ഇൻഡിവിജ്വലും കമ്പനിയും ചേർന്നിട്ട് പാർട്ട്ണർഷിപ്പ്, അത് പെർമിസിബിൾ ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം മീൻസ് കമ്പനി വേഴ്സസ് കമ്പനി, ഇൻഡിവിജ്വൽ വേഴ്സസ് കമ്പനി, ഇത് രണ്ടുമാണ് പെർമിസിബിൾ കോമ്പിനേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആൻഡ് നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എ മാരീഡ് വുമൺ ക്യാൻ പാർട്ട്ണർ ഓഫ് ഹെർ ഹസ്ബൻഡ്. ഒരു മാരീഡ് വുമണിന് അവളുടെ ഹസ്ബൻഡിന്റെ പാർട്ട്ണർ ആവാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ എക്സെപ്റ്റ് എന്താണ്? ഇഫ് ദേ ആർ ബുദ്ധിസ്റ്റ് ഓർ ബർമീസ് കപ്പിൾ. ബുദ്ധിസ്റ്റ് കപ്പിൾസിനും ബർമീസ് കപ്പിൾസിനും അതിനുള്ള റൈറ്റ് ഇല്ല. നെക്സ്റ്റ് മൈനർ കനോട്ട് ബി പാർട്ട്ണർ ഇൻ എ ഫേം ബട്ട് വിത്ത് കൺസെന്റ് ഓഫ് ഓൾ ദി പാർട്ട്നേഴ്സ് മേ ബി അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ് ഓഫ് ദി പാർട്ട്ണർഷിപ്പ്. മൈനർക്ക് ഒരിക്കലും പാർട്ട്ണർ ആവാൻ കഴിയില്ല. പക്ഷെ എല്ലാ പാർട്ട്ണറുടെയും പെർമിഷൻ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് മെമ്പേഴ്സ് പാർട്ട്നേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എസെൻഷ്യൽ ഫീച്ചർ ആണ് ബിസിനസ് ഈസ് മസ്റ്റ്. ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ബിസിനസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ബിസിനസ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ ബിയിലാണ്. പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ ബി പ്രകാരം ബിസിനസ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ട്രേഡ്, പ്രൊഫഷൻ ഓർ ഒക്യുപ്പേഷൻ. എന്തെങ്കിലും ഒരു ട്രേഡ് ആണെങ്കിലും പ്രൊഫഷൻ ആണെങ്കിലും ഒക്യുപ്പേഷൻ ആണെങ്കിലും അതിനെ ബിസിനസ് എന്നാണ് വിളിക്കുന്നത്.
Hence, any activity not carried on business motive like sports club, charitable institution, religious, social purposes are not covered under partnership. അപ്പോൾ പ്രോഫിറ്റ് മോട്ടീവ് ഇല്ലാതെ അല്ലെങ്കിൽ ബിസിനസ് മോട്ടീവ് ഇല്ലാത്ത ഏതെങ്കിലും ആക്ടിവിറ്റീസ് ലൈക്ക് എന്താണ് ക്ലബ്ബുകൾ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അവിടെ പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ ആണിത്. അവിടെ ഒരു ബിസിനസ് ഉണ്ടായിരിക്കണം. ആ ബിസിനസ് ട്രേഡ് ആവാം, പ്രൊഫഷൻ ആവാം, അല്ലെങ്കിൽ ഒക്യുപ്പേഷൻ ആവാം. നെക്സ്റ്റ് നോക്കുക, ഇഫ് ടു പേഴ്സൺ ഷെയറിംഗ് ഇൻകം ഓഫ് എ ജോയിന്റ് പ്രോപ്പർട്ടി. ഒരു ജോയിന്റ് പ്രോപ്പർട്ടി ഉണ്ട്, മീൻസ് എക്കും ബിക്കും കമ്പൈൻ ചെയ്തിട്ട് ഒരു ജോയിന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരിക്കലും പാർട്ട്ണർഷിപ്പ് ആയിട്ട് പരിഗണിക്കരുത്. അവർ കോ ഓണേഴ്സ് എന്നാണ് വിളിക്കുന്നത്, അവർ പാർട്ട്നേഴ്സ് അല്ല. നെക്സ്റ്റ്, മസ്റ്റ് ബി എ സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഡൺ വിത്ത് മോട്ടീവ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പിൽ ഒരു സീരീസ് ഓഫ് ട്രാൻസാക്ഷൻസ് പാർട്ട്നേഴ്സ് ചെയ്യണം, മീൻസ് പേഴ്സൺസ് ചെയ്യണം. അതിന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് ആയിരിക്കുകയും വേണം. നെക്സ്റ്റ് എസെൻഷ്യൽ ഫീച്ചർ ആണ് എഗ്രിമെന്റ് ഈസ് മസ്റ്റ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫോം ചെയ്യണമെങ്കിൽ അവിടെ എഗ്രിമെന്റ് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. അഗ്രിമെന്റ് മേ ബി ഓറൽ ഓർ റിട്ടൺ. ഓറൽ ആവാം, റിട്ടൺ ആവാം, അല്ലെങ്കിൽ എന്താണ് ഇംപ്ലൈഡ് ആവാം, എക്സ്പ്രസ്ഡ് ആവാം. ഇപ്പൊ ഇംപ്ലൈഡ് ആയിട്ടുള്ള, എക്സ്പ്രസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് ഓറൽ ആയിട്ടുള്ള, റിട്ടൺ ആയിട്ടുള്ള അഗ്രിമെന്റ് ഉറപ്പായിട്ടും പാർട്ട്ണർഷിപ്പിൽ വേണം. ഇനി സെക്ഷൻ 5 പറയാണ് പാർട്ട്ണർഷിപ്പ് കംസ് ഇൻ എക്സിസ്റ്റൻസ് ഫ്രം കോൺട്രാക്ട് നോട്ട് ഫ്രം സ്റ്റാറ്റസ്. അപ്പൊ ഈ ഒരു എഗ്രിമെന്റിനെയാണ് കോൺട്രാക്ട് എന്ന് വിളിക്കുന്നത്. ഇത്തരം എഗ്രിമെന്റ്സിന് ഒരു കോൺട്രാക്റ്റിലുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാ എസെൻഷ്യൽസും ഫുൾഫിൽ ചെയ്യുന്നതാണ്. അപ്പം പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് കംസ് ടു എക്സിസ്റ്റൻസ്, എക്സിസ്റ്റൻസിൽ വരുന്നത് കോൺട്രാക്റ്റിലൂടെയാണ്, അല്ലാതെ ജസ്റ്റ് സ്റ്റാറ്റസിലൂടെയല്ല. അപ്പം സെക്ഷൻ 5 ആണത് പറയുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ്, പാർട്ട്ണർഷിപ്പ് മസ്റ്റ് ബി റിസൾട്ട് ഓഫ് എൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons. നമ്മൾ ഓൾറെഡി പറഞ്ഞു, എഗ്രിമെന്റ് ആണ് 2 or more personsന് ഇടയിലുള്ള. നെക്സ്റ്റ്, ദ അഗ്രിമെന്റ് മസ്റ്റ് ബി വോളണ്ടറി and must have all essentials of valid contract under section 10 of Indian Contract Act 1872. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, ഈ കോൺട്രാക്ട് അല്ലെങ്കിൽ ഈ അഗ്രിമെന്റിന് എല്ലാ രീതിയിലുള്ള എല്ലാ എസെൻഷ്യൽസും, വാലിഡ് കോൺട്രാക്ട് ഉണ്ടായിരിക്കേണ്ട എല്ലാ എസെൻഷ്യൽ ഫീച്ചേഴ്സും ഉണ്ടായിരിക്കണം. അപ്പം വാലിഡ് കോൺട്രാക്ടിന് എന്തൊക്കെ എസെൻഷ്യൽസ് വേണമെന്ന് പറയുന്നത് ഏത് ആക്ട് ആണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ സെക്ഷൻ 10 ആണെന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് എസെൻഷ്യൽ ആണ് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ. പാർട്ട്ണർഷിപ്പിനെ സംബന്ധിച്ച് പ്രോഫിറ്റിന്റെ ഷെയറിംഗ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആണ്. ലോസ് ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ഉറപ്പായിട്ടും ഷെയർ ചെയ്യണം. ദ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് പാർട്ട്ണർഷിപ്പ്. ജനറലി പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് എസെൻഷ്യൽ ആണ്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടാവും. ജനറലി ആ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യുന്നത്, പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇല്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഷെയർഡ് ഈക്വലി. അവർ ഈക്വൽ ആയിട്ടാണ് പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുന്നത്. ദ പാർട്ട്നേഴ്സ് മെ നോട്ട് ഷെയർ ലോസസ് ബട്ട് ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഈസ് എസെൻഷ്യൽ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പാർട്ട്നേഴ്സ് ചില സമയത്ത് ലോസസ് ഷെയർ ചെയ്തെന്ന് വരില്ല, പക്ഷേ പ്രോഫിറ്റിനെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഹൗവർ ദിസ് ഈസ് ഓൺലി പ്രൈമ ഫേസി എവിഡൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. മിയർ sharing of profits however does not make someone a partner. മീൻസ് പാർട്ട്ണർഷിപ്പിലെ പ്രൈമ ഫേസി എവിഡൻസ് ആണ്, മീൻസ് പാർട്ട്ണർഷിപ്പ് ആണോ എന്ന് നോക്കുന്നതിലുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള എവിഡൻസ് ആണ് അത് പ്രോഫിറ്റ് ഷെയറിംഗ് ആയിരിക്കണം എന്നുള്ളത്. അല്ലാതെ എല്ലാ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളും, എല്ലാ പ്രോഫിറ്റ് ഷെയർ മാത്രം നടന്നാൽ അവിടെ, അല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് മാത്രമേ നടക്കുന്നുള്ളെങ്കിൽ അതെപ്പോഴും പാർട്ട്ണർഷിപ്പ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിന് എക്സാമ്പിൾസ് നോക്കാം. ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ബൈ എ ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് വൈഫ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ എന്താണ്, പാർട്ട്ണർ ഈ ഡിസീസ്ഡ് പാർട്ട്നേഴ്സിന്റെ വൈഫിന് എന്ത് ചെയ്യാണ്? ഷെയർ കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കുകയാണ്. പക്ഷെ അവിടെ എന്തില്ല? പാർട്ട്ണർഷിപ്പ് ഇല്ല. പക്ഷെ ഷെയറിംഗ് ഓഫ് പ്രോഫിറ്റ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഇല്ല. നെക്സ്റ്റ്, കോ ഓണേഴ്സ് ഹു ഷെയർ റെന്റ് ഡിറൈവ്ഡ് ഫ്രം ദ പീസ് ഓഫ് ലാൻഡ് ആർ നോട്ട് പാർട്ട്നേഴ്സ്. ഇനി രണ്ടാൾക്ക് കോമൺ ആയിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ റെന്റ് റിസീവ് ചെയ്യുന്നുണ്ട്. അവർ കോ ഓണേഴ്സ് ആണ്, പ്രോപ്പർട്ടിയുടെ കോ ഓണേഴ്സ് ആണ്, പാർട്ട്നേഴ്സ് അല്ല. അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും അവർ പാർട്ട്നേഴ്സ് എന്നല്ല അറിയപ്പെടുന്നത്. അവിടെ പാർട്ട്നേഴ്സ് ഇല്ല, കാരണം എന്താണ്? അവിടെ ഒരു ബിസിനസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് എസെൻഷ്യൽ മ്യൂച്വൽ ഏജൻസി. മ്യൂച്വൽ ഏജൻസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? അവിടെ മ്യൂച്വൽ ഏജൻസി ഉണ്ടോ എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാണ്. മ്യൂച്വൽ ഏജൻസി മീൻസ് എന്താണ്? ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പാർട്ട്ണർ എന്നുള്ള നിലയിലും ഏജന്റ് എന്നുള്ള നിലയിലും പ്രിൻസിപ്പൽ എന്നുള്ള നിലയിലും വർക്ക് ചെയ്യേണ്ടി വരും. മീൻസ് ഓരോ പാർട്ട്ണറും മറ്റു പാർട്ട്നേഴ്സിന്റെ ഏജന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സെക്ഷൻ 18 പറയാണ്,
ദിസ് ഈസ് ദ കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിന്റെ തന്നെ ഏറ്റവും കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് എന്ന് പറയുന്നത് അവിടെ എന്തുണ്ടോ എന്നുള്ളതാണ്, മ്യൂച്വൽ ഏജൻസി ഉണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണത് ആസിഡ് ടെസ്റ്റ് ഓർ കാർഡിനൽ പ്രിൻസിപ്പൽ ഓഫ് പാർട്ട്ണർഷിപ്പ്. അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ കാർഡിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും ആസിഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്നതും മ്യൂച്വൽ ഏജൻസി ആണ്. മ്യൂച്വൽ ഏജൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്: ദ ബിസിനസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺ ബൈ ഓൾ ദ പാർട്ട്നേഴ്സ് ഓർ ബൈ എനി വൺ ഓഫ് ദ പാർട്ട്ണർ ആക്ടിങ് ഫോർ ഓൾ. മീൻസ് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് എല്ലാ പാർട്ട്നേഴ്സിനും ഉണ്ട്. ഇനി എല്ലാ പാർട്ട്നേഴ്സിനും ആക്റ്റീവ്ലി ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് മറ്റുള്ള പാർട്ട്നേഴ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയും ബിയും പാർട്ട്ണർഷിപ്പിൽ എൻട്രി ചെയ്യാണ്. എക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ബി ആണ് ടോട്ടലായിട്ട് ആ ബിസിനസ്സിനെ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ബി ചെയ്യുന്ന എല്ലാ ഓർഡിനറി ബിസിനസ്സിനും എ കൂടെ റെസ്പോൺസിബിൾ ആണ്. മീൻസ് ഇവിടെ ബി എയുടെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഇതിനെയാണ് മ്യൂച്വൽ ഏജൻസി എന്ന് വിളിക്കുന്നത്. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ പാർട്ട്ണർ, പ്രിൻസിപ്പൽ, ഏജന്റ് എന്നിങ്ങനെ 3 റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഇനി ഇവര് രണ്ടുപേരും ഒന്നിച്ചാണ് ബിസിനസ് ക്യാരി ഓൺ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ടുപേര് ചെയ്യുന്ന ആക്ടിവിറ്റീസിനും പരസ്പരം അവര് റെസ്പോൺസിബിൾ ആയിരിക്കും. ഇതിനെയാണ് മ്യൂച്വൽ ഏജൻസി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ പാർട്ട്നേഴ്സും പരസ്പരം എന്താണ്, ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ പാർട്ട്ണർഷിപ്പിൽ ഓരോ മെമ്പേഴ്സിനും പാർട്ട്ണർ, ഏജന്റ്, പ്രിൻസിപ്പൽ എന്നീ 3 റോളുകൾ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ മ്യൂച്വൽ ഏജൻസി എന്നുള്ള എലമെന്റ് ആബ്സെന്റ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പൊ പാർട്ട്ണർഷിപ്പിന്റെ കൺക്ലൂസീവ് എവിഡൻസ് ആണ് മ്യൂച്വൽ ഏജൻസി. അപ്പൊ ഇത്രയാണ് എസെൻഷ്യൽസ് ഓഫ് പാർട്ട്ണർഷിപ്പ്. പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എസെൻഷ്യൽസ്. അപ്പൊ ഇതെല്ലാം പറയുന്നത് സെക്ഷൻ 4ലാണ്. ഡെഫിനിഷനിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ 5 എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ പാർട്ട്ണർഷിപ്പിന്റെ ബാക്കി പോർഷൻസുമായിട്ട് കാണാം. താങ്ക് യു.